നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചുള്ള എന്ത് വിവരം പറഞ്ഞാലും ഇപ്പൊ റീച്ച് ഉണ്ടാക്കലും തള്ളും അതുപോലെ അതുപോലെ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആരോപണങ്ങൾ പയ്യനെ വെറുതെ വിട്ടൂടെ ഇതൊക്കെയാണ് വരുന്ന കമന്റുകൾ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു വിവരം അറിയുമ്പോൾ ആ വിവരങ്ങൾ എന്തായാലും ചാനലുകൾ മുഖ്യധാരാ മാധ്യമങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കില്ല. അതുകൊണ്ട് അറിയാൻ ആഗ്രഹിച്ചിരിക്കുന്ന വലിയൊരു ഭാഗം ആൾക്കാരുണ്ട്, അവരിലേക്ക് നമ്മൾ തന്നെ എത്തിക്കണമല്ലോ. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തില് വന്നിട്ടുള്ള ചില ആരോപണങ്ങളും മറ്റു കാര്യങ്ങളും അല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആദ്യം ഇറങ്ങിയത്. എന്നാൽ ഇത് കാലം തെറ്റി പൂത്ത പൂവാണ് എന്നാണ് ഇപ്പോഴത്തെ കാര്യങ്ങളെ ഒരു കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. അത് കാലം തെറ്റി ഇറക്കിയിടേണ്ട സമയം ഈ അസംബ്ലി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 2 മാസം മുമ്പ്, അതായത് ഈ സമയത്ത് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ പറയുന്ന പീഡന കേസുകളെല്ലാം ഇറക്കി വിടേണ്ടിയിരുന്നതെന്നും എന്നാൽ അറിയാതെ പെട്ടുപോയതാണ് എന്നും റിനി അന്ന് ഒരു ആരോപണം എടുത്ത് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ബാക്കിയുള്ളതെല്ലാം പടയെന്ന് ഇറങ്ങി പോകുന്നതാണ് എന്നും അങ്ങനെ രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ കേസുകളൊക്കെ ഇറക്കി രാഹുലിനെ മൂലക്കിരുത്താമെന്നുള്ള ഒരു വ്യാമോഹം അല്ലെങ്കിൽ മോഹം അത് അണഞ്ഞുപോയതാണ് എന്നുമാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരം. ഒന്നുകൂടി കടന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ഒന്നാമത്തെയും മൂന്നാമത്തെയും കേസ് ഇത്ര പെട്ടെന്ന് വരാൻ കാരണം എന്നുകൂടി വാർത്ത പുറത്തു വരുന്നുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കി പോപ്പുലാരിറ്റി ഉണ്ടാക്കിയെന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. എന്തായാലും ഇത് വരുമെന്ന് ഉറപ്പാ. അങ്ങനെ വരുമ്പോ അത് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് കെട്ടടങ്ങണം. ആ ഉദ്ദേശത്തോടുകൂടി മനഃപൂർവ്വം രാഹുൽ കളിച്ച കളിയിൽ ഈ ഇരകൾ അല്ലെങ്കിൽ രാഹുലിനെ കൊടുക്കാനായി ശ്രമിച്ചവർ വീണു എന്നാണ് ഇപ്പോ പുറത്തു വരുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇപ്പോ ഒരു കേസ് ഇറക്കേണ്ടതുണ്ട്. 3 കേസുകൾ വന്നു. 3 കേസും കോടതി ഇപ്പൊ എന്ത് നിലപാടെടുത്തു എന്നറിയാലോ. 3 കേസിലും ജാമ്യത്തിലാണ്. ഇനി ആ 3 കേസും തെളിയാൻ പോകുന്നില്ല. ഫലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ 3 കേസിലും മുക്തനായി എന്ന് തന്നെ പറയാം. അങ്ങനെ തന്നെ പറയാം. രാഹുൽ മാങ്കൂട്ടത്തിലാണ്. കാരണം ഇതിലൊന്നും തെളിവില്ല, ഇത് ബലാത്സംഗം നിലനിൽക്കില്ല എന്ന് കോടതികൾ വ്യക്തമാക്കിയ നിലയ്ക്ക് ട്രയലിൽ എന്തായാലും ഇത് തള്ളിപ്പോവും, എപ്പോഴായാലും തള്ളിപ്പോവും. അതിപ്പോ തന്നെ അതിന്റെ വിധി നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു കേസ് വരണം. ഇനി ഒരു കേസ് വന്നാൽ മാത്രമേ രാഹുലിനെ കൂട്ടാൻ പറ്റൂ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഭരണപക്ഷത്തിന് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്, വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു അവതാരം ദുബായിൽ നിന്ന് വരുന്നു. ഇത്തവണ ദുബായിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. അതായത് നാട്ടിലൊരു വലിയ വീടൊക്കെ വെച്ച് കഴിയുന്ന ഒരാള് ദുബായിൽ പോയിട്ടുള്ള ആ ആള് അവിടെ നിന്നുകൊണ്ട് ഭർത്താവിനെ നാട്ടിലാക്കിയിട്ട് ആള് ദുബായിൽ നിൽക്കുന്നു. ദുബായിൽ നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പണി തുടങ്ങുന്നു എന്ന രീതിയിലുള്ള ചില സംസാരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല. പക്ഷെ ഇതുപോലെ റൂമറുകൾ വന്നിട്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ കേസും വഴക്കും ഒക്കെ നേരത്തെ വന്നിട്ടുള്ളത്. അറിയാമല്ലോ, റിനി വെറുതെ ഒന്ന് തുടങ്ങി, ആരുടെയും പേര് പറയാതെ തന്നെ റിനി സംസാരിച്ചു തുടങ്ങി. പക്ഷെ പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ ഒരു വോയിസ് നോട്ട് വന്നു. അത് വളരെ ശക്തമായ ഒരു വോയിസ് നോട്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ എന്താ പറയുക, ഭാവി നശിപ്പിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു വോയിസ് നോട്ടായിരുന്നു. നമുക്കറിയാലോ, റിപ്പോർട്ടിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ഒരു സ്ത്രീയുടെ അല്പം AI ഉപയോഗിച്ചിട്ട് വക്രീകരിച്ചിട്ടുള്ള ഒരു സൗണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൗണ്ടുമായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ച് പരീക്ഷണമൊക്കെ നടത്തിയിരുന്നു, അതുപോലെയൊക്കെ ആക്കാൻ ശ്രമിച്ചിരുന്നു, നടന്നിരുന്നു. അപ്പൊ AI ആണെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ ഏതായാലും പിന്നീട് കുറച്ച് വോയിസുകളും സ്ക്രീൻഷോട്ടുകളും വന്നപ്പോഴത്തേക്ക് ഇതിലൊക്കെ എന്തൊക്കെയോ ചില ട്രാപ്പുകളുണ്ട്, മനഃപൂർവ്വം രാഹുലിനെ കൊണ്ട് പറയിച്ചതോ ഇനി അതല്ലെങ്കിൽ അതുപോലെ എന്തൊക്കെയോ ആണെന്ന് തോന്നിയിരുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള പരാതി ഈ സമയത്തായിരുന്നു ഇറങ്ങിയിരുന്നെങ്കിൽ രാഹുലിന് വലിയ തിരിച്ചടിയാവുമായിരുന്നു. എന്തായാലും ഒരു പരാതി വരുമെന്നും ആ പരാതി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കെട്ടടങ്ങണമെന്നും തന്റെ ഈ സമൂഹത്തിലുള്ള ഒരു സ്ഥാനം അത് ഒന്നുകൂടി ശക്തമായി ഉറപ്പിക്കാൻ ഈ ആരോപണങ്ങളൊക്കെ നേരത്തെ തന്നെ കെട്ടടങ്ങുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇരകൾ എന്ന് പറയപ്പെടുന്നവരെ അല്ലെങ്കിൽ പരാതി കൊടുത്ത സ്ത്രീകളെയൊക്കെ പ്രകോപിപ്പിച്ചുകൊണ്ട് പരാതിയിൽ എടുത്ത് ചാടിക്കുകയായിരുന്നു എന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന പേര് സംസാരിക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോ ചിന്തിക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. കാര്യം തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് ഈ പ്രശ്നങ്ങളൊക്കെ കെട്ടടങ്ങി കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ സുരക്ഷിതമായ ഒരു സ്ഥാനത്താണ് ഇപ്പോ. നിലവിൽ വന്നിട്ടുള്ള കേസുകളെല്ലാം കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിക്കേണ്ട ഒരു ഇതിലായി. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വതന്ത്രനായിട്ടോ അല്ലാതെയോ കോൺഗ്രസിൽ എടുത്തിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടോ മത്സരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ശക്തമായ മറ്റേതെങ്കിലും ഒരു സ്ഥാനം കൊടുത്തുകൊണ്ട് രാഹുൽ നിർദ്ദേശിക്കുന്ന ആൾക്കാരെ പാലക്കാടോ അല്ലെങ്കിൽ വേണ്ട സ്ഥലത്തോ നിർത്തി വിജയിപ്പിച്ചെടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായി. ഇങ്ങനെ പല സിറ്റുവേഷനുകൾ മാറി വരുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി കാര്യങ്ങളെല്ലാം തിരിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിനെ തകർത്തുകൊണ്ട്, രാഹുലാണല്ലോ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ, ആ പ്രശ്നക്കാരനെ ഇല്ലാതാക്കിക്കൊണ്ട് തങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ രാഹുലിനെ ഒതുക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പരാതി ദേ വരുന്നു എന്ന് ഇറക്കുന്നുണ്ട്. ഈ അവസരത്തില്
ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു. അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു പോസ്റ്റാണത്. കേരളം വ്യാജ അതിജീവിതമാരുടെ നാടാകുന്നു. എനിക്ക് കിട്ടിയ അറിവുകൾ ശരിയാണെങ്കിൽ അടുത്ത അതിജീവിത കളത്തിലേക്ക് ഇറങ്ങാൻ റെഡിയായി നിൽക്കുന്നു. അതും ദുബായ് ബേസ് ആണ്. ഇലക്ഷൻ വരെ ഇങ്ങനെ നീളും. അത് കഴിഞ്ഞാൽ കെട്ടടങ്ങും. തിരക്കഥ റെഡിയാണ്. പലരുടെയും ഔദാര്യം കൊണ്ട് ചെറ്റക്കുടലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് എത്തിയ കെട്ടിയോനെ കൂട്ടത്തിൽ നിർത്താതെ നാട്ടിലെ കൊട്ടാരം നോക്കാൻ ഏൽപ്പിച്ച് ദുബായിൽ വിലസുന്ന ആളാണ് അടുത്തതായി അരങ്ങിലേക്ക് വരാൻ പോകുന്നത്. ഉടനെ തിരശീല പൊങ്ങും. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സ്വദേശത്തും പ്രവാസത്തും ഉള്ള പ്രവാസികൾക്ക് വല്ലാത്ത നാണക്കേടായി മാറിയിരിക്കുന്ന ഈ സമ്പ്രദായം ഒന്ന് നിർത്തലാക്കാൻ വേണ്ട സത്വര നടപടികൾ എടുക്കാൻ കനിയണം. വ്യാജരെ നിർവ്യാജം അകത്തിടാൻ പോലീസിന്റെ സഹായം ഉണ്ടാവണം. എന്നെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥനയാണിത്. ഒരു പണിയുമില്ലാത്ത, സത്യസന്ധത തൊട്ടു തേച്ചിട്ടില്ലാത്ത മീഡിയയും സജീവമാകും. അഭിഭാഷകയായ ഞാൻ സത്യം തുറന്നു കാണിക്കാൻ നീതിക്ക് കൂട്ടുനിന്നിട്ട് മീഡിയ വാർത്ത കണ്ടു പകച്ചത്. ഞാൻ ഒരു അതിജീവിതയായി ആരുടെയൊക്കെയോ ഗർഭം അലസിപ്പിച്ച് ആർക്കൊക്കെയോ എതിരെ പരാതി കൊടുത്ത് മാനം പോയ പോലെ ആക്കിയ മീഡിയ അറ്റാക്കിന് നമോഭാഗം. യഥാർത്ഥ അതിജീവിത ഇന്നും വെളിയിൽ നീതിക്കായി അലയുന്നു. കാരണം അവർ പെയ്ഡ് സർവീസിൽ വന്നവൾ ആയിരുന്നില്ല. പീഡകൻ പാർട്ടിയുടെ വേണ്ടപ്പെട്ട ആളും പീഡകരെ മന്ത്രിയും MLA യും ആക്കി വാഴിക്കുന്ന പാർട്ടിയും സർക്കാരും യഥാർത്ഥ അതിജീവിതമാരെ കണ്ടില്ലെന്ന് നടിക്കുന്നു. അത് ചൂണ്ടിക്കാണിക്കുന്നവരെ ആൾക്കൂട്ട അറ്റാക്കിലൂടെ നിശബ്ദമാക്കുന്നു. ഒരാളെ ടാർഗറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ നിയമ സംവിധാനം അനുസരിച്ച് പോക്സോ കേസുകളും പീഡന കേസുകളും ഈ 2 കേസുകളും ഒരാളെ കൊടുക്കാനായി ഉപയോഗിക്കുമ്പോൾ അവിടെ ആരാണോ കൊടുക്കപ്പെടുന്നത് അവർ മാത്രമാണ് വെളിച്ചത്ത് നിൽക്കുന്നത്. അത് മാത്രമല്ല, അവർ വെളിച്ചത്തങ്ങ് വെതറി നിൽക്കും. വ്യാജ പരാതി ആണെങ്കിൽ കൂടി കൊടുക്കുന്ന ആൾ വളരെ സേഫ് ആയിരിക്കും. 2 വിധത്തിലാ. ഒന്ന്, വ്യാജ പരാതി കൊടുക്കുന്ന ആൾ 1 രൂപ പോലും ചെലവില്ലാതെ സേഫ് സോണിൽ നിൽക്കും. സർക്കാരിന്റെ സംരക്ഷണം, എല്ലാം സംരക്ഷണം. ഒരാളും അറിയില്ല, ഒരു മനുഷ്യൻ അറിയില്ല, ആരാണെന്ന് അറിയില്ല. വളരെ സേഫ് ആയിരിക്കും. എന്തും പറയാം. ഗർഭിണിയായി എന്ന് പറയാം, 10 വട്ടം പീഡിപ്പിച്ചെന്ന് പറയാം, പലയിടത്ത് പോയി കിടന്നു എന്ന് പറയാം, എല്ലാം പറയാം. ഒരു കുഴപ്പമില്ല. കാരണം മുഖം വെളിയിൽ വന്നാലല്ലേ നാണക്കേടുള്ളൂ. അതുകൊണ്ട് അത്തരത്തിൽ ഒരു നാണക്കേടും ഇല്ലാത്തത് കൊണ്ട് ഇര ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നേരെ മറിച്ച് ഒരു പ്രതിയായി പോയി കഴിഞ്ഞാൽ അവൻ കുടുങ്ങി. അവന്റെ ചിത്രം നിമിഷ നേരം കൊണ്ടാണ് വൈറലാകുന്നത്. ഈ നാട് മുഴുവൻ മോട്ടിവേഷൻ ക്ലാസ്സുകളും മറ്റു ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും എടുത്താൽ ആള് പോക്സോ കേസ് പ്രതിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. രണ്ടായാലും ഫിലിപ്പ് മമ്പാട് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഇന്ന് സോഷ്യൽ മീഡിയയും എടുത്തിട്ട് അലക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? അയാൾ പ്രതിയാണോ, ഇത് വ്യാജ പരാതിയാണോ എന്നൊന്നും തീരുമാനമായിട്ടില്ല. അതുപോലെ എടുത്തിട്ട് അങ്ങോട്ട് അലക്കി അയാളെ പൊങ്കാലയിട്ട് കൊന്നു കൊല വിളിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അയാളെ തറവാട് വെക്കും. ആരാണോ ഇര തറവാട് വിറ്റ് കാര്യങ്ങൾ നോക്കും. അയാളുടെ മുഖം പിച്ചു ചിന്തുന്നതോടെ അയാൾ നാടിനും നാട്ടുകാർക്കും കൊള്ളാത്തവനാകും. സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കും. ഇതാണ് നമ്മുടെ സംവിധാനം. അതാണ് അവരുടെ ഉദ്ദേശം. അല്ലാതെ കേസ് ശിക്ഷിക്കുക എന്നുള്ളതല്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ 18 ദിവസം ജയിലിലിട്ടു. ഈ 18 ദിവസം ജയിലിലിട്ട ആ കേസ് നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞപ്പോ ജയിലിലിട്ട് തെറ്റായിപ്പോയെന്ന് ആരും പറഞ്ഞില്ല. അത് മാത്രമല്ല, ജയിലിൽ കിടന്ന ആ ദിനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് തിരികെ കിട്ടുകയുമില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അയാൾ അനുഭവിച്ചിട്ടുള്ള മനോവേദന, അയാൾ അനുഭവിച്ചിട്ടുള്ള കേസ്, വഴക്കാനുള്ള പണം, ചെലവഴിക്കപ്പെടുന്ന പണം, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഇത് വല്ലതും ഇര എന്ന് പറയുന്ന ഈ പരാതി കൊടുത്തവർ ഇത് വല്ലതും അറിയണോ? അതായത് വ്യാജ പരാതിയാണ് കൊടുക്കുന്നെങ്കിൽ പരാതി കൊടുക്കുന്നവർ രക്ഷപ്പെടാണ്. യഥാർത്ഥത്തിൽ ഇത് നിൽക്കണമെങ്കിൽ, അതായത് ദീപ ജോസഫ് പറയുന്നത് പോലെ ഇത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. വ്യാജ പരാതിയാണ് പീഡന കേസ് കൊടുക്കുന്നെന്നുണ്ടെങ്കിൽ ആ കേസ് വ്യാജ കേസാണ്, നിലനിൽക്കാത്ത കേസാണ്, അവർ കള്ളക്കേസാണ് കൊടുത്തത് എന്ന് തെളിഞ്ഞാൽ ഈ ഇരയ്ക്ക് എന്തൊക്കെ ശിക്ഷ ലഭിച്ചിട്ടുണ്ടോ അതൊക്കെ അനുഭവിക്കാനും, എന്തൊക്കെയാണോ ഇനി ലഭിക്കാനുള്ളത് അതെല്ലാം അനുഭവിക്കാനുമുള്ള, ഇയാൾക്ക് എന്തൊക്കെയാണോ നഷ്ടം സംഭവിച്ചിട്ടുള്ളത്, സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടുള്ളത്, അതെല്ലാം ഈ കള്ളക്കേസ് കൊടുത്തവർ വഹിച്ചു കൊടുക്കണം എന്നുള്ള ഒരു നിയമം അതിവിടെ പാസ്സാക്കി കഴിഞ്ഞാൽ അല്ലാതെ ഇത് ദുരുപയോഗം ചെയ്യുന്ന ഈ രീതി മാറില്ല എന്നതാണ് ഒരു അഭിപ്രായം. അത് തന്നെയാണ് ജനവും പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവൂ? Different angles. Don't forget to subscribe and support this channel.